അതാണ് ഫയർ ഫൈറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന് നോക്കിയിരുന്നു, ഇതിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒരറ്റത്തുമാണ് നമ്മൾ പ്രാഥമികമായിട്ട് തീ ഒറിജിനേറ്റ് ചെയ്തായിട്ട് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഫോറൻസിക്കും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറൊക്കെ അത് സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ നമുക്കതൊരു അഫർമേഷനായിട്ട് പറയാൻ കഴിയും. ആവാം, മറ്റ് സോഴ്സുകളൊന്നും കാണാനില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോറൻസിക് സ്റ്റഡിയിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ദുരൂഹത എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇത് കെട്ടിടത്തിൻ്റെ ഉള്ളിലാണല്ലോ തീ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ദുരൂഹതയായിട്ട് എക്സിറ്റ് പ്രധാനമായിട്ടും മെയിൻ സ്റ്റെയർ കേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതാണ് അങ്ങോട്ടുള്ള എൻട്രി പോയിന്റുകളുള്ളത്. അല്ല, അത് അത്യാവശ്യം വീതിയുള്ളതായിരുന്നു. ഉള്ളിലേക്ക് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഫയർ ലോഡ് സാധനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഫാബ്രിക്സിൻ്റെ ഐറ്റംസ്, ടെക്സ്റ്റൈൽസ്, എല്ലാ സാധനങ്ങളും ഒരുപാട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ പാസേജുകളിലും സ്റ്റോറേജ് കൂടുതലായിരുന്നു. പിന്നെ നമുക്ക് വെള്ളം അടിച്ചാൽ അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അത് പ്രധാനമായിട്ടും ഈ ടിൻ ഷീറ്റ് വെച്ചിട്ട് ഈ സൈഡൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ സൈഡൊക്കെ ടിൻ ഷീറ്റ് വെച്ച് അടച്ചിട്ടുള്ളതുകൊണ്ടും പിന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഗ്ലാസ് പാർട്ടിഷൻ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അടച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തത്. അതുകൂടാതെ അത് കഴിഞ്ഞാൽ ഒരു പാസേജാണ്. പാസേജ് കഴിഞ്ഞാൽ റോളിംഗ് ഷട്ടറാണ്. ഇതിൻ്റെ അകത്താണ് ഫ്ലൈമോബിൾ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ തീപിടിച്ച വസ്തുക്കൾ ഉണ്ടായിരുന്നു. പല പാസേജുകളിലും സാധനങ്ങൾ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇല്ല, ഒന്നുമില്ല. ഇല്ല. ഫയർ ഓഡിറ്റൊക്കെ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പലർക്കും നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ഈ വർഷം കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ കൂടുതൽ ഹൈ റൈസ് ബിൽഡിങ്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ആ ബിൽഡിങ്ങുകൾക്കൊക്കെ നമ്മൾ ഫയർ ഓഡിറ്റ് നടത്തിയിട്ട് ലെറ്ററായിട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ട സുരക്ഷാ മാനദണ്ഡം. ഇത് അനധികൃതമാണോ നമുക്ക് അറിയാൻ കഴിയില്ല. അതായത് ഫയർ സർവീസിൽ നിന്ന് അവർക്ക് ഈ ബിൽഡിങ്ങിന് NOC നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനധികൃതമാണോ അല്ലെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അല്ലല്ല, അതെന്ന് പ്രവർത്തിച്ച് തുടങ്ങിയതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നോക്കുന്നത്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ അധികം സ്റ്റാഫ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. മിനിമം സ്റ്റാഫുകൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ രക്ഷാപ്രവർത്തനം അത് ഈ പറഞ്ഞ പാർട്ടിഷൻ ഉണ്ടല്ലോ, ഒന്ന് അകത്ത് ഒറ്റ ഹാളല്ല, പല റൂമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് തന്നെ ടിൻ ഷീറ്റ് വെച്ച് മറച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡും പാർട്ടിക്കിൾ ബോർഡ് അതുപോലെ ടഫൻ ഗ്ലാസ് ഇതെല്ലാം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പാസേജിൽ ഈ പറഞ്ഞ ഓൾറെഡി സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ വെള്ളം എത്താത്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് നാട്ടുകാരെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അത് ഒരു ആരോപണമാണ്. അതായത് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും ഒരു സെക്കൻഡ് മണിക്കൂറുകളായിട്ടൊക്കെ തോന്നും. അത് അവരുടെ ഫീലിങ്സ് ആണത്. അപ്പോൾ ഞാനായാലും നിങ്ങളായാലും ഇവിടെ നിൽക്കുമ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാലൊക്കെ തന്നെ ഭയങ്കര ഇത് വരും. പക്ഷേ ഫയർ സ്റ്റേഷനിൽ 5:05 കോൾ കിട്ടിയത്. 5:06 അവിടെ നിന്ന് വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. 5:08 എത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു വീഴ്ചയും വന്നിട്ടില്ല. കൃത്യസമയത്ത് ഫയർഫോഴ്സ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വലിയ ഫയറാണോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ കഴിയുള്ളൂ, ആ വിവരങ്ങൾ പാസ് ചെയ്യാനും കഴിയുള്ളൂ. ഇവിടെ വന്നു വലിയ കൊള്ളാമെന്ന് മനസ്സിലായി. അതനുസരിച്ച് മറ്റുള്ള എല്ലാ നിലയങ്ങളിൽ നിന്നും വാഹനങ്ങൾ മാക്സിമം നമ്മൾ എത്തിച്ചു. നല്ല രീതിയിൽ ഫയർ ഫൈറ്റ് ചെയ്തു. അതിലൊന്നും അതുണ്ടായിരുന്നല്ലോ, അത് നേരത്തെ പറഞ്ഞതാണ്. അത് നമുക്ക് മാനുവലി കണ്ടെത്താൻ കഴിയില്ല. അത് ഫോറൻസിക് സ്റ്റഡിയിൽ തന്നെ കണ്ടെത്താൻ കഴിയുള്ളൂ. അതിനുള്ള സംവിധാനം രാസപരിശോധനയൊക്കെ അവർക്ക് അതുണ്ട്. അത് നടത്തുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 15 വലിയ MTU അതായത് മൊബൈൽ ടാങ്ക് യൂണിറ്റും 5 മിനി ഫയർ ടാങ്ക് യൂണിറ്റും 6 ജീപ്പ് അങ്ങനത്തെ വെഹിക്കിൾസുമാണ് ഉണ്ടായത്.